ഡോക്ടർ ഓൺ ദ എഡ്ജ് എപ്പിസോഡ് 7 വളരെ വികാര നിർഭരമായ രംഗങ്ങളോടെയാണ് ആരംഭിക്കുന്നത്. ജിയുയെ തുറമുഖത്ത് യാത്രയയപ്പ് നൽകി പബ്ലിക് ഹെൽത്ത് സെന്ററിലെ ജീവനക്കാർ തിരികെ എത്തുന്നു. എല്ലാവരിലും കൂടുതൽ അദ്ദേഹത്തിന്റെ അഭാവം അനുഭവിക്കുന്നത് ഹാരിയാണ്. ജിയുയുടെ മേശയ്ക്കരികിൽ ഇരിക്കുമ്പോൾ അവൾക്കായി അദ്ദേഹം ഒളിപ്പിച്ചു വെച്ച ഗമ്മി ബർഗറുകൾ നിറച്ച ഒരു ജാറും അതിനൊപ്പം ഇവ തീർക്കുന്നതിനു മുൻപ് നമുക്ക് വീണ്ടും കാണാം എന്ന ഹൃദയസ്പർശിയായ കുറിപ്പും അവൾ കണ്ടെത്തുന്നു. ആ ചെറിയ സമ്മാനം ഇരുവരുടെയും ബന്ധത്തിന്റെ ഓർമ്മകൾ തിരികെ കൊണ്ടുവരികയും ഹാരിയുടെ ഹൃദയം നിശബ്ദമായി തകർക്കുകയും ചെയ്യുകയാണ്. ഇതിനിടയിൽ മുത്തശ്ശി ക്ലിനിക്കൽ ട്രയൽ ചികിത്സ പൂർണ്ണമായും നിരസിച്ചതായും അഡ്വാൻസ് ഡയറക്റ്റീവിൽ ഒപ്പുവെച്ചതായും ചിയോൺ ഹാരിയോട് പറയുന്നു. ഈ തീരുമാനം അംഗീകരിക്കാൻ കഴിയാതെ ഹാരി മുത്തശ്ശിയെ നേരിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. തുടർന്ന് ഇരുവരും തമ്മിൽ അതീവ വികാരബദ്ധമായ സംഭാഷണം നടക്കുന്നു. ചികിത്സയുടെ കഷ്ടപ്പാടുകൾ സഹിക്കുന്നതിനേക്കാൾ ശേഷിക്കുന്ന ജീവിതം സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് മുത്തശ്ശി തുറന്നു പറയുന്നു. ഹാരിക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇരുവരുടെയും സ്നേഹവും ഭയവും ആ രംഗങ്ങളിൽ വ്യക്തമായി കാണാം. തുടർന്ന് കഥ വീണ്ടും കടൽ തീരത്തിലെ ആ ഹൃദയഭേദക നിമിഷത്തിലേക്ക് മടങ്ങുന്നു. ജിയുയിൽ നിന്ന് മാറി നടന്ന ഹാരിയുടെ ഓർമ്മകൾ വീണ്ടും പ്രേക്ഷകർ കാണുന്നു. അന്ന് രാത്രി ഡോക്ടർമാർ എല്ലാവരും പബ്ലിക് ഹെൽത്ത് സെന്ററിൽ ഒത്തുചേരുന്നുണ്ട്. മെയിൻലാൻഡിലെ മികച്ച ജോലി അവസരം ഉപേക്ഷിച്ച് ജിയുയി തിരികെ ദ്വീപിലേക്ക് വന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നു. അദ്ദേഹം എന്തിനാണ് തിരിച്ചു വന്നതെന്ന് ജു ചിയോൺ ചോദിക്കുന്നതിനിടെ ഒരു ഫോൺ കോൾ സംഭാഷണം തടസ്സപ്പെടുത്തുകയാണ്. പിന്നീട് ചിയോൺ നേരിട്ട് ചോദിക്കുകയാണ്, ഹാരിക്ക് വേണ്ടിയാണോ അദ്ദേഹം തിരികെ വന്നതെന്ന്. ജിയുയി മൗനം പാലിക്കുമ്പോൾ താൻ സ്നേഹിക്കുന്ന ഒരാളെ രക്ഷിക്കാനായിരുന്നുവെങ്കിൽ താൻ വേറൊരു തീരുമാനം എടുത്തേനെ എന്ന് ചിയോൺ തുറന്നു സമ്മതിക്കുകയാണ്. അടുത്ത ദിവസം ഹാരിയും ജിയുയും തമ്മിലുള്ള അന്തരീക്ഷം വളരെ അസ്വസ്ഥമാകുന്നു. അതേസമയം മിസ് വാങ് അവരുടെ ക്ലിനിക്ക് പുതിയ ടെലിമെഡിസിൻ പദ്ധതിയുടെ പരീക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ട വിവരം അറിയിക്കുന്നു. ആവശ്യമായ സൗകര്യങ്ങൾ ഇല്ലെങ്കിലും ഒരാഴ്ചയ്ക്കുള്ളിൽ 4 ദ്വീപുകളിൽ സർവേ പൂർത്തിയാക്കേണ്ട ഉത്തരവാദിത്വം ടീമിന് നൽകുകയാണ്. ജോലി വിഭജിക്കുന്നതിനിടെ ജിയുയി ഹാരിയോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ അദ്ദേഹത്തെ അവഗണിച്ച് ഒരു ഡോക്ടറുടെ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. സമീപത്തുണ്ടായിരുന്ന ദ്വീപ് നിവാസികൾ ഇത് കേട്ട് ഇരുവരുടെയും ബന്ധത്തെക്കുറിച്ച് ഉടൻ ഗോസിപ്പുകൾ തുടങ്ങുകയാണ്. മറുവശത്ത് ജു ചിയോണും നഴ്സ് ഓമും അവരുടെ പ്രണയം ഇപ്പോഴും രഹസ്യമായി സൂക്ഷിക്കുകയാണ്. രോഗികൾ ഹാരിയുടെയും ജിയോയുടെയും വേർപിരിയലിനെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഇരുവരുടെയും നാണവും ആശയക്കുഴപ്പവും ചില രസകരമായ നിമിഷങ്ങൾ സൃഷ്ടിക്കുന്നു. എങ്കിലും ഈ ചെറിയ തമാശകൾക്കിടയിലും ദുഃഖത്തിന്റെ നിഴൽ മുഴുവൻ എപ്പിസോഡിലും നിലനിൽക്കുകയാണ്. വൈകുന്നേരം മിസ് വാങ് അടുത്ത ദിവസത്തെ സർവേക്കായി ഹാരിയെയും ജിയോയെയും ഒരുമിച്ച് നിയോഗിക്കുമ്പോൾ അവർക്കിടയിലെ അസ്വസ്ഥത ഒഴിവാക്കാൻ ജു ചിയോണും നഴ്സ് ഓമും സ്വമേധയാ മുന്നോട്ട് വരുന്നു. അതേ രാത്രി ഹാരിയുടെ വീട്ടിൽ നിന്ന് എന്തോ പൊട്ടുന്ന ശബ്ദം കേട്ട ജിയുയി അകത്ത് കയറുന്നുണ്ട്. അവിടെ ഹാരിയുടെ ജന്മദിനത്തിനായി ചുവന്ന പയറുകൊണ്ടുള്ള പരമ്പരാഗത അരിക്കേക്ക് തയ്യാറാക്കാൻ ശ്രമിക്കുന്ന മുത്തശ്ശിയെ അദ്ദേഹം കാണുന്നു. കൈകൾക്ക് ശക്തി കുറഞ്ഞതിനാൽ പാത്രം താഴെ വീണതാണ്. തുടർന്ന് ജിയുയി മുത്തശ്ശിയെ സഹായിച്ച് കേക്ക് തയ്യാറാക്കുകയാണ്. സംഭാഷണത്തിനിടെ ഓരോ ജന്മത്തിലും ഈ കേക്ക് ഉണ്ടാക്കി ഹാരിയുടെ ജീവിതത്തിൽ നിന്നുള്ള എല്ലാ ദുഃഖങ്ങളും അകറ്റണമെന്നതാണ് താൻ പ്രാർത്ഥിച്ചിരുന്നതെന്ന് മുത്തശ്ശി ഓർക്കുന്നു. വീണ്ടും ഹാരിയുടെ ഹൃദയം തകർന്നത് കാണാൻ തനിക്ക് സഹിക്കാനാവുന്നില്ലെന്നും രോഗിയായിട്ട് കൊച്ചുമകൾക്ക് ഒരു ഭാരമാകാനും താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അവൾ പറയുന്നു. ജിയോയുടെ നിർബന്ധിത സേവനകാലം കഴിഞ്ഞാലും ഹാരിയുടെ കൂടെ തുടരണമെന്ന് അവൾ അപേക്ഷിക്കുന്നു. തന്റെ കൊച്ചുമകൾ ഒരിക്കലും ഒറ്റപ്പെടരുതെന്ന മുത്തശ്ശിയുടെ ആഗ്രഹം ആ രംഗത്തെ കൂടുതൽ ഹൃദയസ്പർശിയാക്കുന്നു. ഇതിനിടെ മഴയിൽ ജു ചിയോൺ നഴ്സ് ഓമിന്റെ വീട്ടിലെത്തുന്നു. അടുത്ത ദിവസം ഇരുവരും ഒരേ കുടക്കീഴിൽ ഒരുമിച്ച് പുറത്തിറങ്ങുമ്പോൾ ഇനി ബന്ധം മറച്ചുവെക്കേണ്ടതില്ലെന്ന സൂചന അവർ നൽകുകയാണ്. ക്ലിനിക്കിൽ തിരിച്ചെത്തിയതോടെ മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് ഒരാൾ കടലിൽ വീണെന്ന അടിയന്തര സന്ദേശം ലഭിക്കുന്നു. മെഡിക്കൽ സംഘം ഉടൻ സംഭവസ്ഥലത്തെത്തുമ്പോഴേക്കും ഏറെ നേരം വെള്ളത്തിൽ കിടന്നതിനാൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയുന്നില്ല. ജിയുയി മരണവാർത്ത പ്രഖ്യാപിക്കുമ്പോൾ തന്റെ സുഹൃത്തിന്റെ മരണത്തിന്റെ വേദനാജനകമായ ഓർമ്മകൾ വീണ്ടും അവന്റെ മനസ്സിലേക്ക് ഒഴുകിയെത്തുകയാണ്. മരിച്ച മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തിന് അവസാനമായി ഒരു ബഹുമാനം നൽകാൻ ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ മുറിവുകൾ വൃത്തിയായി പൊതിഞ്ഞ് മൃതദേഹം കൈമാറുന്നു. ഈ സംഭവത്തിന്റെ മാനസിക ആഘാതം ഹാരിക്ക് സഹിക്കാനാവാതെ അവൾ ബോധരഹിതയായി വീഴുകയും കഠിന പനി ബാധിക്കുകയും ചെയ്യുന്നു. വീട്ടിലെത്തിയ ശേഷവും മുത്തശ്ശിയോട് ചികിത്സ സ്വീകരിക്കണമെന്ന് അവൾ അപേക്ഷിക്കുമ്പോൾ മുത്തശ്ശി വീണ്ടും സ്നേഹത്തോടെ അത് നിരസിക്കുകയാണ്. വിവരങ്ങൾ അറിഞ്ഞ ചിയയോൺ ജിയുയെ ഹാരിയെ നോക്കാൻ അയക്കുന്നു. ആദ്യം അവൾ അദ്ദേഹത്തെ പുറത്താക്കാൻ ശ്രമിച്ചെങ്കിലും അവസാനം തകർന്നുപോയ ഹൃദയത്തോടെ മുത്തശ്ശിയെ ചികിത്സയ്ക്ക് സമ്മതിപ്പിക്കാൻ ജിയുയോട് അപേക്ഷിക്കുകയാണ്. ഈ വാക്കുകൾ കേട്ട് മറ്റൊരു മുറിയിൽ നിന്നിരുന്ന മുത്തശ്ശിയുടെ കണ്ണുകൾ നിറയുന്നു.
അടുത്ത ദിവസം ഹാരിയുടെ ജന്മദിനമാണ്. മുത്തശ്ശി അവൾക്കായി ഇഷ്ടഭക്ഷണങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും സ്വന്തം ശവസംസ്കാരത്തിനായി എടുത്ത ഫോട്ടോയും ഒരുക്കിയിരിക്കുന്നത് കണ്ട ഹാരി തകർന്നു പോകുന്നു. അതിനെ നേരിടാൻ കഴിയാതെ അവൾ വീട് വിട്ട് ഇറങ്ങുകയാണ്. പിന്നീട് കടയിലെ സ്ത്രീ മുത്തശ്ശിയെ ആശ്വസിപ്പിക്കുമ്പോൾ മരണം അടുത്തെത്തിയെന്ന് അറിയാമെങ്കിലും തനിക്കിപ്പോഴും ഭയമുണ്ടെന്നും ഒറ്റയ്ക്ക് അതിനെ നേരിടാൻ സാധിക്കുന്നില്ലെന്നും മുത്തശ്ശി കണ്ണീരോടെ തുറന്നു പറയുന്നു. ശേഷം ഹാരിയും ജിയുയും ജിയോങ്ബെ എന്ന രോഗിയെ സന്ദർശിക്കാൻ ബോട്ടിൽ യാത്ര ചെയ്യുന്നു. തന്റെ മകളെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് കുടുംബത്തിന്റെ വില എത്ര വലിയതാണെന്ന് അദ്ദേഹം ഇരുവരെയും ഓർമ്മിപ്പിക്കുന്നു. മടങ്ങും വഴിയിൽ സ്വന്തം വേദനയിൽ മാത്രം ശ്രദ്ധിക്കാതെ മുത്തശ്ശിയുടെ മനസ്സും ആഗ്രഹവും മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് ജിയുയി ഹാരിയോട് സ്നേഹത്തോടെ പറയുന്നുണ്ട്. ആ വാക്കുകൾ മനസ്സിലാക്കിയ ഹാരി വീട്ടിലേക്ക് മടങ്ങി മുത്തശ്ശിയോട് എല്ലാം തുറന്നു പറയാൻ തീരുമാനിക്കുന്നു. വീട്ടിൽ അവൾക്കായി ഒരു ജന്മദിന കേക്കും ഭക്ഷണവും ഒരുക്കി വെച്ചിരുന്നു. മുത്തശ്ശിയെ കണ്ട ഹാരി സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിക്കുന്നു. എന്നാൽ മുത്തശ്ശി യാതൊരു പ്രതികരണവും കാണിക്കുന്നില്ല. പരിഭ്രാന്തയായ ഹാരി സഹായത്തിനായി വിളിക്കുന്നു. ജിയുയും ചിയോണും ഉടൻ വീട്ടിലെത്തുന്നു. പക്ഷേ അതിനോടകം തന്നെ മുത്തശ്ശി സമാധാനത്തോടെ ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. വിങ്ങുന്ന ഹൃദയത്തോടെ ജിയുയി മുത്തശ്ശിയുടെ മരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ്. മുത്തശ്ശിയെ നഷ്ടപ്പെട്ട ഹാരി നിയന്ത്രിക്കാനാകാത്ത ദുഃഖത്തിൽ തകർന്നു വീഴുന്നു. കണ്ണീരിൽ അവസാനിക്കുന്ന ഈ രംഗം മുഴുവൻ സീരീസിലെയും ഏറ്റവും ഹൃദയഭേദകമായ നിമിഷങ്ങളിലൊന്നായി മാറുകയും പ്രേക്ഷകരെയും ആ ദുഃഖത്തിൽ പങ്കുചേരാൻ നിർബന്ധിതരാക്കുകയും ചെയ്യുന്നു. ഇനി എന്താണ് ഹാരിയുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.